കഴിഞ്ഞ വർഷം തന്നെ ഒരു 34ഓളം ഡെത്താണ് നമ്മുടെ കേരളത്തിൽ സ്നേക്ക് ബൈറ്റ് മൂലം ഉണ്ടായത്. മനുഷ്യന് ഹാനികരമായിട്ടുള്ള ഒരു 4 തരം സ്നേക്സ് മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ. ഒരിക്കലും നമ്മൾ പാമ്പ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ട യാതൊരു രീതിയിലുള്ള ആവശ്യകതയും ഇല്ല. ഡോക്ടർ സ്റ്റോക്കിങ്ങിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സന്ദീപ് കൃഷ്ണ, എമർജൻസി ഫിസിഷ്യൻ, SUT ഹോസ്പിറ്റൽ, പട്ടം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്നേക്ക് ബൈറ്റ്സ് ഇപ്പോൾ ഒരുപാട് വരാറുണ്ട്, കാണാറുണ്ട്. പലതരത്തിലുള്ള സ്നേക്സ് ബൈറ്റ്സ് വരാറുണ്ട്. ഇപ്പോൾ ഇതൊരു സീസൺ അനുസരിച്ചാണോ, നമ്മുടെ ആ ഒരു ഘട്ടങ്ങളിലാണോ കൂടുതലും ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഈ ഒരു സ്നേക്ക് ബൈറ്റ്സിനെ നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി ഫിസിഷ്യൻ എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കും അവർക്കൊരു റിക്കവറി കൊടുക്കുന്നത്? കഴിഞ്ഞ വർഷം തന്നെ ഒരു 34ഓളം ഡെത്താണ് നമ്മുടെ കേരളത്തിൽ സ്നേക്ക് ബൈറ്റ് മൂലം ഉണ്ടായത്. യൂഷ്വലി ഈ മഴക്കാലത്താണ് ഈ പാമ്പുകൾ മാളത്തിൽ നിന്ന് കൂടുതലും പുറത്തിറങ്ങാനുള്ള ചാൻസും കടിയേൽക്കാനുള്ള ചാൻസും മഴക്കാലത്താണ് കൂടുതലും ചാൻസ് കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരുപാട് പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ ഈ നമ്മുടെ ബെയർ ഫൂട്ടായിട്ട് കൃഷിക്കാർക്ക്, അതുപോലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് അത് ആണ് കൂടുതലും ഞങ്ങൾ കണ്ടുവരുന്നത്. ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലും സ്നേക്ക് ബൈറ്റ് നമ്മൾ വരുന്നത്. സൂപ്പർ. ഏതൊക്കെ ഇനം പാമ്പുകളാണ് ഈ പെട്ടെന്ന് നല്ല വെനമുള്ള പാമ്പുകൾ? ഏതൊക്കെയായിരിക്കും? യൂഷ്വലി നമ്മുടെ നാട്ടിലൊരു 100ഓളം ഇനം പാമ്പുകൾ ഉണ്ട്. പക്ഷേ അതിൽ 4 ഇനം പാമ്പുകളാണ് നമ്മൾ കൂടുതലും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്നേക്ക്. നമുക്ക് മനുഷ്യന് ഹാനികരമായിട്ടുള്ള ഒരു 4 തരം സ്നേക്സ് മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ. അതിൽ ഒന്ന് നമ്മുടെ കോബ്ര, നമ്മുടെ മൂർഖൻ എന്ന് പറയുന്ന, അതുപോലെ അണലി എന്ന് പറയുന്ന ഒരു റസൽസ് വൈപ്പർ എന്ന് പറയും നമ്മൾ, അതുപോലെ തന്നെ സോസ്കെയിൽഡ് വൈപ്പർ, പിന്നെ അതുപോലെ തന്നെ കോമൺ ക്രൈറ്റ് എന്ന് പറയുന്ന ഒരിനം പാമ്പുണ്ട്. അത് വെള്ളക്കിട്ടൻ എന്നൊക്കെ നമ്മൾ പറയും. കറക്റ്റ്. അപ്പം ഇങ്ങനത്തെ പാമ്പുകളാണ് കൂടുതലും, 4 തരം പാമ്പുകളാണ് നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ യൂഷ്വലി അതിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർ, ഈ അതുപോലെ തന്നെ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്നത് ഈ ചേര, മഞ്ഞച്ചേര എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഇത് നീർക്കോലി, ഇതൊക്കെ ഇങ്ങനെയുള്ള പാമ്പുകളാണ്. ഇതൊന്നും വലിയ വിഷമില്ല, അല്ലെങ്കിൽ ഇതൊന്നും വലിയ ഡേഞ്ചറസ് അല്ല എന്നൊരു ധാരണയുണ്ട്. അത് ശരിയാണോ? നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല. ചേര ചിലപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ വരാറുണ്ട്, ചേര കടിച്ചതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ പാമ്പ് ഏതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇപ്പം വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് നമുക്ക് ഒരു ഫീൽഡിൽ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഏത് പാമ്പ് കടിച്ചു കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തുക, അതിനനുസരിച്ചുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക, അതിനനുസരിച്ചുള്ള സിംറ്റംസ് ഉള്ള നല്ലൊരു വിദഗ്ധ നിർദ്ദേശം എപ്പോഴും തേടുന്നത് നല്ലതായിരിക്കും. ഒരിക്കലും നമ്മൾ പാമ്പ് വിഷമില്ലാത്ത പാമ്പ് എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കരുത്. ചിലപ്പം സിംറ്റംസ് ഒക്കെ മണിക്കൂറുകൾക്ക് ശേഷം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചിലപ്പം ടിഷ്യൂ ഡാമേജും അങ്ങനത്തതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരിക്കലും നമ്മൾ വിഷമില്ലാത്ത പാമ്പാണെന്ന് പറഞ്ഞു നമ്മൾ ഒരിക്കലും മാറി നിൽക്കാൻ പാടില്ല. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പൊ ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പാമ്പിനെയും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാലേ ഡോക്ടേഴ്സിന് ഇനിയിപ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ എന്നുണ്ട്. ഇപ്പൊ ഏത് പാമ്പാണ് കടിച്ചതെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഹോസ്പിറ്റലിലോട്ട് പാമ്പിനെയും കൂടി കൊണ്ടുവന്ന് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം? അത് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും നമ്മൾ പാമ്പ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ട യാതൊരു രീതിയിലുള്ള ആവശ്യകതയും ഇല്ല. ഒരിക്കലും നമ്മൾ പാമ്പിനെ കണ്ടിട്ടല്ല ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യുന്നത്. പാമ്പ് കടിയേറ്റ് അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പാമ്പ് കടിയേറ്റ് സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റിഡോട്ടായ ആൻറ്റി സ്നേക്ക് വെനം നമ്മൾ ഇൻജെക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പെട്ടെന്ന് പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് എടുക്കും ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അറ്റ് ഫസ്റ്റ് ടൈം ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ആ പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള ആൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുക? എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്
ഒരിക്കലും പെട്ടെന്ന് പാനിക് ആവരുത്. പാനിക് ആയിക്കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് കൂടാനും ബ്ലഡ് സപ്ലൈ കൂടുതലും നമ്മൾ സിസ്റ്റമിക് അബ്സോർപ്ഷൻ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആളിനെ ഒന്ന് കാമാക്കുക. പിന്നെ പറ്റുകയാണെങ്കിൽ ആ ഏരിയ സോപ്പ് അല്ലെങ്കിൽ വാട്ടർ കൊണ്ട് വാഷ് ചെയ്യുക. ഒരു കാലിലാണ് അല്ലെങ്കിൽ കയ്യിലാണ് കടിച്ചതെന്ന് വിചാരിക്കുക, അതൊരു ഫ്രാക്ചറായ സ്ഥലം എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യണം, അതുപോലെ തന്നെ ആ ഏരിയ ഇമ്മൊബിലൈസ് ചെയ്യുക. പറ്റുവാണെങ്കിൽ ഒരു സ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് കെട്ടുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വെച്ചാൽ ഒരിക്കലും ഈ നല്ല കട്ടിയുള്ള കയറോ അല്ലെങ്കിൽ തുണിയോ ഉപയോഗിച്ച് കടിച്ചതിന്റെ മുകളിൽ ഒരിക്കലും വലിച്ചു കെട്ടാൻ പാടില്ല. പണ്ട് ചെയ്തിരുന്ന ഒരു രീതി അങ്ങനെയാണ്. അതായത് വിഷം മേളിലേക്ക് കേറാതിരിക്കാനെന്ന് പറയും. അതുപോലെ തന്നെ ആ ഊണ്ട് ഒരിക്കലും എക്സ്പാൻഡ് ചെയ്യാനോ അതുപോലെ തന്നെ ഊണ്ട് നമ്മൾ സക്ക് ചെയ്യാനോ അങ്ങനെ ഒന്നും പാടില്ല. എന്താണ് ഡോക്ടർ ഇപ്പൊ ആ ഒരു രീതിയിൽ നിന്ന് ഇപ്പൊ വേറെ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്ത് വിഷം കൂടുതൽ ബാധിച്ചിട്ട് ആ ഒരു ലിംബ് മുറിച്ചു കളയേണ്ട അവസ്ഥ വരെ നമുക്ക് ചിലപ്പോൾ വന്നേക്കാം. വെനം അവിടെ വന്നിട്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ അത് ഊരുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് പെട്ടെന്ന് പർച്ച് ചെയ്ത് കയറാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, എന്തൊക്കെ മിഥ്യാധാരണയാണ്, അതായത് മിത്തുകളാണ് ഉള്ളത് ഈ സ്നേക്ക് ബൈറ്റിനെ കുറിച്ച്? ഒരിക്കലും ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ സ്നേക്ക് കടിച്ച സ്ഥലത്ത് വലിച്ചു കെട്ടുകയോ ഊണ്ടില് സക്ക് ചെയ്യാനോ അതുപോലെ തന്നെ ഹെർബൽ പേസ്റ്റുകളോ ഒന്നും തേക്കരുത്. പിന്നെ നമ്മൾ കടിയേറ്റ് കഴിഞ്ഞാൽ വിഷമുള്ള പാമ്പോ ഇല്ലാത്ത പാമ്പോ ആയിക്കോട്ടെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം. ബെറ്റർ ഒരു ടെർഷ്യറി കെയർ സെൻറ്റർ ആൻറ്റി സ്നേക്ക് വെനവും ബാക്കി ICU സെറ്റപ്പും എല്ലാം ഉള്ളൊരു ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവരാം. പിന്നെ വിദഗ്ധ നിർദ്ദേശം ഡോക്ടർമാർ പറയുന്നത് അതുപോലെ അനുസരിക്കുക. ചിലപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ കുറച്ച് ഒബ്സർവേഷനും വേണ്ടി വരും. ഓക്കെ ഡോക്ടർ, ഈ ആൻറ്റി സ്നേക്ക് വെനം ഉണ്ടല്ലോ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതെന്തെങ്കിലും പിന്നീട് ഭാവിയിൽ സൈഡ് എഫക്ട്സ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ടോ? യൂഷ്വലി നമ്മൾ ആൻറ്റി സ്നേക്ക് വെനം ത്തിന് വലിയ സൈഡ് എഫക്ട്സ് വരാറില്ല. പക്ഷേ റെയർലി അലർജിക് റിയാക്ഷൻസ് പോലെയൊക്കെ വരാറുണ്ട്. അത് ചിലപ്പം സിവിയർ അലർജിക് റിയാക്ഷനിലോട്ടൊക്കെ പോകാറുണ്ട്. പക്ഷേ അത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെറിഷറി കെയർ സെൻറ്റേഴ്സിലാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അഡനാലിൻ പോലത്തെ മരുന്നുകളും പിന്നെ അതുപോലെ എല്ലാ ആൻറ്റി ഹിസ്റ്റമിൻസിനൊക്കെ കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ICU സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം ഒന്നും ഉണ്ടാക്കാറില്ല. ഇല്ല. ഓക്കെ ഡോക്ടർ, ഇപ്പം ഈ ഒരു പാമ്പ് കടി ഏറ്റു, ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്നു, അതിന് ശേഷം നമുക്ക് എത്ര ദിവസം ഈ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കേണ്ടി വരും? അത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേഷ്യൻസിൻ്റെ സിംറ്റംസ് അനുസരിച്ച് തന്നെ ആയിരിക്കും സിംറ്റംസും ബ്ലഡിൻ്റെ പാരാമീറ്റേഴ്സും ട്രീറ്റ്മെൻറ്റിന് രോഗി എങ്ങനെ പ്രതികരിക്കുന്നു അതിനൊക്കെ അനുസരിച്ചായിരിക്കും. അത് നമുക്ക് കറക്റ്റായിട്ട് എത്ര ദിവസമാണെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റും അതുപോലെ പേഷ്യൻറ്റിനെ ഒബ്സർവും ചെയ്യും. സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ വിത്തിൻ 24 hours നമ്മൾ സാധാരണ ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സിംറ്റംസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും രക്തം കട്ട പിടിക്കാതിരിക്കുകയോ അതുപോലത്തെ എന്തെങ്കിലും കൈകാൽ ബലക്കുറവ്, കാഴ്ച മങ്ങുക, BP കുറയുക, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഈ വെനം കൊണ്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ റീനൽ ഫെയിലിയർ അത് എന്ത് വന്നാലും നമ്മൾ ഉടൻ തന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആൻറ്റി സ്നേക്ക് വെനം കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്യൂസ് ചെയ്യും. അത് കൊടുത്ത് ഇതൊക്കെ പാരാമീറ്റേഴ്സ് എല്ലാം ഒന്ന് ഓക്കെ ആകുമ്പോൾ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യും. ഡോക്ടർ, ഇപ്പോൾ ഒരാൾക്ക് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ കൊണ്ടുവരണമെന്നാണ്? എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്? ഇപ്പോൾ ആംബുലൻസിലാണോ അതോ വേറെ കാറിലോ ഓട്ടോയിലോ എങ്ങനെയാണ്? നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും എത്തിക്കുക, അത് തന്നെയാണ് മെയിനായിട്ടുള്ളത് നമ്മൾ നോക്കേണ്ടത്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ കാല് ഫ്രാക്ചർ ആയ ലിംബ് ആദ്യം പാനിക് ആവാതിരിക്കുക, കാമാക്കുക. ഫ്രാക്ചർ ആയ ലിംബ് എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ കാലിലാണെങ്കിൽ കയ്യിൽ കടിച്ചതാണെങ്കിലും നോക്കുക. ഇപ്പം ഓട്ടോയിലാണെങ്കിലും ആളെ കംഫർട്ടാക്കി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ആംബുലൻസിൽ തന്നെ കൊണ്ടുവരണമെന്നില്ല, ഓട്ടോയിലോ ബൈക്കിലോ എങ്ങനെയാണെങ്കിലും കൊണ്ടുവരാം. പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക, അത് തന്നെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള റോൾ.
ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. അതോടൊപ്പം തന്നെ ഈ സ്നേക്ക് ബൈറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, നമുക്ക് സംശയമുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഈ മഴക്കാലത്ത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം അല്ലേ? ഓക്കെ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്.